ബാങ്ക് പി ഒ എന്നൊക്കെ പറയുന്നത് മൊത്തത്തില് ഒരു ബാങ്കിന്റെ പോളിസീസും അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെയാണല്ലേ സാർ അയാളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും. എല്ലാവർക്കും എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് മാധവൻ. ഇന്ന് എന്റെ കൂടെ ശില്പ മിസ്സും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇനി നമ്മളുടെ നോട്ടിഫിക്കേഷന്റെ കാലൊക്കെ വരാൻ പോവാണ്. ഓൾറെഡി IBPS കലണ്ടർ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. എന്നാലും കുറെ കുട്ടികൾക്ക് ഇപ്പോഴും എന്താണ് ഈ IBPS, എന്താണ് ഈ ബാങ്ക് എക്സാംസ്, എന്തിലേക്കാണ് ഈ എക്സാംസ് നടത്തുന്നത്, ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അപ്പൊ ചിലവർ എന്ത് പറയും, നമ്മുടെ നാട്ടിൽ കാണുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ചിലടത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. അപ്പൊ ഇത് ഏതെല്ലാം ബാങ്കുകളാണ്, എന്ത് ബാങ്ക് ആണെന്നൊന്നും കുട്ടികൾക്ക് അറിയില്ല മിസ് അല്ലെ. കുറെ പേർക്ക് അറിയില്ല. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഫെഡറൽ ബാങ്കിലേക്കാണോ നീക്ക് ജോലി കിട്ടുന്നത്, ബാങ്ക് എക്സാം ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാനും, ബാങ്ക് ജോലിയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി, അലവൻസുകൾ, അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യത, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാനും മിസ് ഒന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല, അപ്പൊ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ നമ്മളുടെ ഗോൾഡ് ബാച്ച് ഓൾറെഡി എൻട്രിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചുകളാണ്. അതിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഗോൾഡ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെയുള്ള നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. സിലബസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഏത് കുട്ടികൾ വന്നാലും അവർ സെറ്റ് ആക്കി വിടും അല്ലെ മിസ്സേ. എല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് എക്സാംസിന് മാത്രമല്ല, ഇപ്പൊ പലരും വൺ ഷോട്ട് കോഴ്സസ് ഒക്കെയാണ് നോക്കുന്നത് സാർ. CGL, SSC കോഴ്സസ് വരുന്നതും അതുപോലെ തന്നെ RRB എക്സാംസും. അപ്പൊ എല്ലാം കൂടെ നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ പാക്കേജ് കോഴ്സും നമ്മളിവിടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 1 year കോഴ്സാണ് സർ. സോ ഇവിടെ ബേസിക് ലെവൽ തൊട്ട് ലാസ്റ്റത്തെ 2 months ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി കോഴ്സാണ്. സോ ഈ 1 year വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ്, ഈ എക്സ്പേർട്ട് ടീച്ചേഴ്സുമായിട്ടുള്ള 1-on-1 ലൈവ് സെഷൻസ് വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് കൂടാതെ ആദ്യത്തെ 20 രജിസ്ട്രേഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഒരു 1 year എക്സ്ട്രാ വാലിഡിറ്റിയും കൂടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എത്രയും പെട്ടെന്ന് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒന്ന് ഗ്രാബ് ചെയ്യുക. സോ ഇതൊക്കെ മിസ് ഔട്ട് ആയി പോവാതെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ വട്ടം ഒരുപാട് വേക്കൻസീസ് റെയിൽവേയിലൊക്കെ വിളിക്കുന്ന കൊല്ലാണ്. CGL വരുന്നു, CHS വരുന്നു, ബാങ്ക് എക്സാംസ് വരുന്നു. അപ്പൊ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണ് നമ്മളുടെ ബാച്ചാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി അത് കൂടാതെ നമ്മൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബാങ്കിങ് എക്സാംസിന് വേണ്ടി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള ബാങ്കിങ് എക്സാംസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും അതിനൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടികൾ തന്നെ ആയിരിക്കും. സോ മെയിൻ ആയിട്ടുള്ള ജസ്റ്റ് എക്സാംസിന് നമ്മൾ ഇവിടെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം IBPSന്റെ കീഴിൽ തന്നെ PO എക്സാംസും വരുന്നുണ്ട്, ക്ലർക്ക് എക്സാംസും വരുന്നുണ്ട്, അത് തന്നെ SBIയിലും വരുന്നുണ്ട്. ഇനി നിങ്ങളൊക്കെ ഒത്തിരി ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റൊരു എക്സാമിനേഷൻ ആണല്ലേ സാർ നമ്മുടെ RBI എക്സാമിനേഷൻ. അതിൽ ഗ്രേഡ് B പോസ്റ്റുകളും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പോസ്റ്റുകളിലും നോട്ടിഫിക്കേഷൻ. ഇതൊന്നും കൂടാതെ നാഷണലൈസ്ഡ് ബാങ്ക്സ് അല്ലാതെ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബാങ്കുകളും നമ്മുടെ നാട്ടിലുണ്ട്, അവിടേക്കുള്ള എക്സാംസ്. അപ്പൊ ഈ എല്ലാ എക്സാംസിലേക്കും ഉള്ള എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയണം അല്ലെ. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള ഡൗട്ട് ആണെന്ന് തോന്നുന്നു മിസ്, ഇത് എന്തൊക്കെയാണ് ഈ ബാങ്കുകൾ എന്താണെന്ന് അറിയില്ല. നമുക്ക് പ്രധാനമായിട്ടും ഈ മെർജിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 12 നാഷണലൈസ്ഡ് ബാങ്കാണ് SBI അടക്കം ഉള്ളത്. അപ്പൊ ഇതാണ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ഓൺഡ് ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ബാങ്കുകളാണ്. അപ്പൊ ഇതെല്ലാമാണ് നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കാണ് നമ്മൾ ഈ IBPS ഡയറക്റ്റ് എക്സാം നടത്തുക. SBI ക്ലർക്കും POയും SBI സെപ്പറേറ്റ്, അത് IBPS തന്നെയാണ് നടത്തുന്നത്, വേറെ എക്സാംസ് ആയിട്ടാണ് അവിടെയും എക്സാംസ് നടത്താറ്. അപ്പൊ ഇതാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾ വരുന്നത്. അത് കൂടാതെ നമ്മൾ കേരളത്തിലാണെങ്കിൽ എല്ലാവരും കാണുന്ന ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്, നമ്മൾ മലയാളികളുടെ സ്വന്തം ബാങ്ക് എന്നൊക്കെ പറയാം.
അത് റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെ, RRB ആണ്. അപ്പൊ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ RRB എന്ന് പറയുമ്പോൾ നമ്മുടെ റെയിൽവേയുടെ അതെ, അല്ല, റെയിൽവേയുടെ RRB വേറെ, ഇത് റീജിയണൽ റൂറൽ ബാങ്ക് RRB എക്സാംസ് നടത്തുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് മിസ്സേ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം ബാങ്കാണ്. ഏകദേശം 800 ബ്രാഞ്ചുകളോളം ഇപ്പൊ കേരളത്തിലുണ്ട്. അപ്പൊ അത് ക്ലർക്കൽ പോസ്റ്റിലേക്കും വിളിക്കുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റന്റ് എന്നാണ് അതിന് പറയാം. അത് നമ്മുടെ ക്ലർക്കൽ പോസ്റ്റ് ആണ്. അതേപോലെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ്, അതാണ് കേരള ഗ്രാമീൺ ബാങ്ക്. നമ്മുടെ കേരളത്തില് ഒരു കേരള ഗ്രാമീൺ ബാങ്കേ ഉള്ളൂ. അത് കൂടാതെ ഇഷ്ടം പോലെ ഇൻഷുറൻസ് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ബാങ്കിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആ കൂട്ടത്തിൽ തന്നെ ഇഷ്ടം പോലെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലൊരു LIC ആയിരിക്കും. കൂടാതെ ഒരുപാടുണ്ട്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. NIACL ഉണ്ട്, അതുപോലെ തന്നെ ESIC ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഇൻഷുറൻസ് മേഖലയിലേക്കുള്ള കരിയേഴ്സിലേക്കും നിങ്ങൾക്ക് ഈ എക്സാംസിലൂടെ തന്നെ എത്തിച്ചേരാവുന്നതാണ്. സെയിം സിലബസ് തന്നെ പഠിച്ചാൽ മതി, ഒരേ പാറ്റേണിലുള്ള എക്സാമുകളാണ് അവിടെയും വരുന്നത്. അത് കൂടാതെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും പഠിക്കുമ്പോൾ അതർ എക്സാംസ് എന്ന് പറയുന്നുണ്ട്. ഈ സെയിം സിലബസിൽ തന്നെ നടത്തപ്പെടുന്ന അതർ എക്സാംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മളുടെ RBI നേരത്തെ മിസ് പറഞ്ഞു, അതേപോലെ SEBI സെക്യൂരിറ്റി എക്സ്ചേഞ്ച്, അതേപോലെ NABARD, അതേപോലെ നമ്മളുടെ ഈ പറയുന്ന ഒരുപാട് എക്സാമുകൾ ഉണ്ട്. ഇതിലേക്ക് എല്ലാത്തിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാംസ് എഴുതാൻ പറ്റും. അപ്പൊ ഈ അതർ എക്സാംസ് എന്നും പറയുന്നത് IBPS നടന്ന RB അസിസ്റ്റന്റ്, അതേപോലെ ഇൻഡിവിജ്വൽ എല്ലാ ബാങ്കുകളും സെപ്പറേറ്റും വിളിക്കാറുണ്ട്. കൂടാതെ PO ഒക്കെ സെപ്പറേറ്റ് കോഴ്സുകളായിട്ട് വിളിക്കാറുണ്ട്. അതും നമ്മൾ എന്തിലാ വരിക? ഈ അതർ എക്സാംസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരാറ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പ്രൈവറ്റ് ബാങ്ക് എക്സാംസ് ആണ് അല്ലെ? അതെ, പ്രൈവറ്റ് ബാങ്ക് എക്സാംസ് ആണ്. പ്രൈവറ്റ് ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ബോർഡുകൾ കാണുന്ന ഫെമിലിയർ ആയിട്ടുള്ള ബാങ്കുകളായിരിക്കും എല്ലാവർക്കും. ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും അതുപോലെ തന്നെ കർണാടക ബാങ്ക്, HDFC, ICICI. ഇതിനെ പറ്റി എന്താണ് സാർ പറയാനുള്ളത്? ഇതിന് നമ്മളുടെ ഈ പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാൾ കൂടുതൽ സാലറി കൊടുക്കും. കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ട്. ചിലവർക്കൊക്കെ ഈ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടില്. അതൊക്കെ പ്രൈവറ്റ് ബാങ്ക് ആണ്, പക്ഷെ അവരുടെ വർക്കിംഗ് കൾച്ചർ ഒക്കെ വളരെ നല്ലതാണ്. അവിടത്തേക്കുള്ള എക്സാംസും എന്താണ് ഒരുപാട് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു പ്രത്യേകതയുണ്ട്, കേരള ബേസ്ഡ് ബാങ്കുകളാണ്. അപ്പൊ നമ്മളുടെ കേരളത്തിലാണ് ബ്രാഞ്ചുകൾ കൂടുതലും. മലയാളികൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയും ചെയ്യാൻ പറ്റും. അതേപോലെ HDFC ബാങ്ക്, ICICI ബാങ്ക് ഒക്കെ എപ്പോഴും റിക്രൂട്ട്മെന്റ് എടുക്കുന്ന ബാങ്കുകളാണ്. അപ്പൊ അവിടേക്കുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ എത്രയോ പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞു, എത്ര ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇൻഷുറൻസ് എല്ലാം അടക്കം. ഇനി അടുത്ത നമ്മുടെ മേജർ ആയിട്ടുള്ള സാലറി ആണ്. എല്ലാവരും അതാണ് ആഗ്രഹിച്ചിരിക്കുന്നത്, എന്താണ് ജോലിക്ക് കയറിയാൽ കിട്ടുക. എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന മെയിൻ കാര്യമാണ് സാലറി. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ബാങ്കിങ് ജോബ്സിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് തന്നെയായിരിക്കും. സാലറി മാത്രമല്ല, അലവൻസസ് ഇഷ്ടംപോലെ ഉണ്ട്. അത് സാർ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയുന്നുണ്ട്. സോ അപ്പം സാലറി നമ്മൾ ഇവിടെ പറയുന്നത് ഇപ്പം ഓഫീസർ സ്കെയിൽ അല്ലെങ്കിൽ PO സ്കെയിലിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അപ് ടു 60,000 അത് നിങ്ങളുടെ ബേസിക് പേയും അതിന്റെ കൂടെ തന്നെ സ്റ്റാർട്ടിംഗ് സാലറിയിൽ ബാക്കി അലവൻസസ് ഒക്കെ ചേർന്ന് ഇത്രയായിരിക്കും കിട്ടുന്നത്. ഇനി അതേസമയം നിങ്ങളൊരു ക്ലറിക്കൽ അല്ലെങ്കിൽ ക്ലർക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കോ ആണ് പോകുന്നതെങ്കിൽ 40,000 പോകുന്നു സാലറി. അതും ഇഷ്ടം പോലെ അലവൻസസും അതിന്റെ കൂടെ വരുന്നുണ്ട്. ഇനി അതേസമയം RBI പോസ്റ്റ് ആണെങ്കിൽ സാലറി 1,00,000 മേലെയാണ് അവിടെ അന്നേരം സാലറി ആയിട്ട് വരുന്നത്. അപ്പൊ മിസ് നേരത്തെ പറഞ്ഞു അലവൻസുകൾ കാര്യങ്ങൾ. അപ്പൊ ഈ അലവൻസ് എന്താണെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നമ്മളുടെ എല്ലാ അലവൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ബ്രീഫ് കേസ് മേടിക്കാനുള്ള അലവൻസ്, കണ്ണട മേടിക്കാനുള്ള അലവൻസ്, ഇതൊക്കെ എല്ലാ അലവൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാങ്ക്. അതേപോലെ ഫ്യൂവല്, പെട്രോൾ അടിക്കാനുള്ള പൈസ. അപ്പൊ ഈ അലവൻസുകള് മറ്റുള്ള ജോലികളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അലവൻസുകൾ വളരെ കൂടുതലാണ്. അത് ഈ ജോലിയുടെ പ്രത്യേകതയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് എല്ലാ രീതിയിലുള്ള അലവൻസ്, അതെനിക്ക് തോന്നുന്നു ബാങ്കിങ് ജോലി ഒരു അത്രയ്ക്കും ഹൈ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. എല്ലാ രീതിയിലുള്ള നല്ലൊരു വെൽ ലുക്കിംഗ് ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ സ്പെക്ടാക്കിൾസിനൊക്കെ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇപ്പൊ നമ്മളുടെ ഹൗസ് റെന്റ്, ഇപ്പൊ നിങ്ങൾ എവിടെയാണോ പോയി താമസിക്കുന്നത് ആ ഒരു സിറ്റിയിൽ ഉള്ള റെന്റ് സാധാരണ മറ്റുള്ള ജോലിക്കാരാണെങ്കിൽ കയ്യിൽ നിന്ന് കൊടുക്കണം. ഇത് ബാങ്ക് നേരിട്ട് കൊടുത്തോളും. അതേപോലെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസിന്, അതിനും ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാരന്റ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ്, എല്ലാവർക്കും ഡിപെൻഡന്റ് മെമ്പേഴ്സ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയ്ക്ക് അലവൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ
നമുക്ക് ഉള്ളതാണ്. ബാങ്ക് ആയതുകൊണ്ട് തന്നെ ലോൺസ് ഒക്കെ വളരെ മിനിമം റേറ്റിൽ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ലഭിക്കുന്നത് അവർക്ക്. നമുക്കൊക്കെ സാധാരണക്കാർ പോയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ലഭിക്കുന്നവർക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്, വളരെ മിനിമൽ ആയിട്ടുള്ള റേറ്റ് ആണ്. അതെ, റേറ്റും വളരെ കുറവാണ്. പിന്നെ ഇവർക്ക് നമുക്ക് ഇവർ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടും അത് എന്ത് ചെയ്യാം, പേ ചെയ്യാം. ഏകദേശം ഇവര് അടച്ച് കൊടുക്കേണ്ട ഒരു കാലയളവ് വളരെ കൂടുതൽ കിട്ടും. സാധാരണക്കാർ ഇപ്പൊ 30 വർഷം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് 35 വർഷമൊക്കെ ഈസി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ എന്താണ് ഹൗസിംഗ് ലോൺ, വീടായി, വെഹിക്കിൾ ലോൺ, കാറായി, പിന്നെ നേരത്തെ പറഞ്ഞ മെഡിക്കൽ ഇൻഷുറൻസ്, അതുമായി ലൈഫ് സെറ്റിലായി. പിന്നെ കിട്ടുന്ന ശമ്പളം എന്താണ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ താമസിക്കുന്നിടത്താണെങ്കിൽ റെന്റും കൊടുക്കുന്നുണ്ട് ബാങ്ക്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇത്ര കാര്യങ്ങൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ജോലിക്ക്, അല്ലെ? ഇനി ആണ് നമ്മളുടെ പ്രൊമോഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മള് ഒരു ബാങ്കിൽ ചെല്ലുമ്പോ തന്നെ പല ആൾക്കാരെ കാണുന്നുണ്ടാവും, അല്ലെ? മാനേജർ എന്ന് തന്നെ പറഞ്ഞൊരു ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. പക്ഷെ അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു PO ആയിട്ട് കയറുന്ന ഒരാള് എന്തിലാണ് കയറുക? ഇപ്പോ ജൂനിയർ ഗൈഡ് ഓഫീസർ PO എന്ന് പറഞ്ഞ സ്കെയിൽ 1 ആയി. സ്കെയിൽ 1 അവിടെ സ്കെയിൽ 1, 2, 3 എന്നുള്ള കാറ്റഗറിയാണ്. അപ്പൊ ഇവരൊരു 2 years ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ, PO കഴിഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറായി. 2 year കഴിഞ്ഞ് ഇവര് പ്രൊമോഷൻ എടുത്തു കഴിഞ്ഞാൽ സ്കെയിൽ 2 മാനേജർ ആവും. സ്കെയിൽ 2 ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ് സീനിയർ മാനേജർ, സ്കെയിൽ 3, ചീഫ് മാനേജർ, സ്കെയിൽ 4. അപ്പൊ ഈ സീനിയർ മാനേജർ വരെ നമ്മൾ എവിടെയൊക്കെ കാണും? ബ്രാഞ്ചുകളിൽ കാണും, അല്ലെ? സ്കെയിൽ 1 ആയിട്ടുള്ള നിങ്ങൾ PO അതായത് അസിസ്റ്റന്റ് മാനേജറെ കാണും, അതേപോലെ മാനേജറെ കാണും, സീനിയർ മാനേജറെ കാണും, ചീഫ് മാനേജറെ കാണും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ 5 എന്നൊക്കെ പറഞ്ഞാൽ ലെവല് മാറി. അത് എന്തിലേക്ക് മാറി? അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സ്കെയിൽ 6 ഡെപ്യൂട്ടി ജനറൽ മാനേജർ, പിന്നെ അങ്ങനെ സ്കെയിൽ 7, സ്കെയിൽ 8 എന്നൊക്കെ പറയുമ്പോൾ ഹൈ ലെവലിലേക്ക് പോകും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ചീഫ് ജനറൽ മാനേജർ വരെ ആവാം നമുക്ക് PO ആയിട്ട്. ജസ്റ്റ് PO നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കെയിൽ 8 വരെ എത്താൻ പറ്റും. അപ്പോഴേക്കും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉയർന്നു നല്ലൊരു കരിയർ ഗ്രോത്ത് തരുന്ന ഒരു മേഖലയാണ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ മിസ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ അലവൻസുകൾ ഉണ്ടല്ലോ, അത് ഈ പ്രൊമോഷൻ കൂടുന്തോറും അതിൽ ചേഞ്ചുകൾ വരും. ഒരു എക്സാമ്പിൾ പെട്രോൾ അലവൻസ് ഒരാൾക്ക്, ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, 10 ലിറ്റർ ആണെങ്കിൽ പ്രൊമോഷൻ കൂടും 15, അങ്ങനെ കൂടി വരും. എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും? ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ മാറുന്ന ആ ഒരു രീതി മാറും, എല്ലാം മൊത്തം മാറും. സ്റ്റേറ്റ് ഓഫ് ലിവിംഗ് അത് ഇംപ്ലിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോ ഇത് നമ്മൾ POന്റെ കാര്യമാണ് പറഞ്ഞത്, ക്ലർക്കിന്റെ കാര്യം മിസ് പറയും. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഒരു ക്ലർക്ക് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 years മതിയില്ലേ സർ? അതുകൊണ്ട് അത് ബാങ്കുകൾ വെച്ച് മാറാൻ ബാങ്കുകളിലും ഡിപ്പെൻഡന്റ് ആണ്. ബട്ട് സ്റ്റിൽ മിനിമം ഒരു 2 years കൊണ്ട് നിങ്ങൾക്ക് PO ലെവലിലേക്ക് ഉയരാനായിട്ട് പറ്റും. അതിനുശേഷം ബാക്കി വരുന്ന പ്രൊമോഷൻസ് ആ ഒരു ലാഡർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ക്ലർക്കായിട്ട് കയറുന്നവര് ഇപ്പൊ ചിലവർക്ക് ഉണ്ടാവും എനിക്ക് PO കിട്ടിയില്ല എന്നുള്ള വിഷമം ഉണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് 2 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും അതിന്. അത് കഴിഞ്ഞ് ചില ബാങ്കുകളാണ് ഞാൻ പറഞ്ഞ പല ബാങ്കുകൾക്കും ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ബാങ്കിനും ഓരോ പോളിസീസ് അല്ലേ. അപ്പൊ ബാങ്കുകൾ അനുസരിച്ച് അത് മാറും. അത് കഴിഞ്ഞ് നിങ്ങൾ PO ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഉയർന്നു പോകാൻ പറ്റും. അപ്പൊ ഒരു 2 കൊല്ലം മാക്സിമം 3 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? PO ആയിട്ടുള്ള ക്ലർക്കായിട്ട് കയറിയ PO ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടും. ഇനി എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡൗട്ട് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? എന്താണ് ബാങ്ക് POയുടെ ജോലി, അല്ലെങ്കിൽ എന്താണ് ക്ലർക്കിന്റെ ജോലി? ബാങ്ക് PO എന്നൊക്കെ പറയുന്നത് മൊത്തത്തില് ഒരു ബാങ്കിന്റെ പോളിസീസും അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെയാണല്ലേ അയാളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്? അതെ, സോ ആ ഒരു ബാങ്കിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളായിരിക്കും. കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ്സ് ഒക്കെ ഡീൽ ചെയ്യുക, ഗ്രീവാൻസസ് ക്ലിയർ ചെയ്യുക. യെസ്, അതെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു ബാങ്ക് POനെ പറയാനായിട്ട് പറ്റുക. പിന്നെ പബ്ലിക് റിലേഷൻസ് ഒക്കെ നന്നായിട്ട് നോക്കുന്ന ഒരാള്, പിന്നെ ക്ലർക്സിന്റെ ഒക്കെ വർക്ക്സിനെ ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, ക്ലർക്കുകൾ വെരിഫൈ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് അപ്രൂവ് ചെയ്യുക, പിന്നെ ലോൺസ് ഒക്കെ ഫൈനലൈസ് ചെയ്യുക. അങ്ങനെയുള്ള ഇച്ചിരി ഹൈ പ്രൊഫൈൽ ജോലിയാണ് POക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ക്ലർക്കിന്റെ ജോലി നോക്കാം. ഇപ്പൊ നമ്മളെല്ലാവരും ബാങ്കിൽ ചെല്ലും ആദ്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ് ക്ലർക്ക്, അല്ലെ? ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ നിങ്ങളുടെ ഇപ്പൊ അങ്ങനെ ആരും ബാങ്കിലേക്കൊന്നും നമ്മളുടെ പാസ്ബുക്ക് പതിക്കാനൊന്നും പോകാറില്ല. അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് ഇടാനായിട്ട് പോകുന്ന, ക്യാഷ് ഹാൻഡ്ലിങ് ചെയ്യുന്ന ഒരു ക്ലർക്ക് ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാനായിട്ട്, അതേപോലെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്നതായിരിക്കും ക്ലർക്ക് പോസ്റ്റ്. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഈ പറയുന്ന ലോണിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നത് ഒരു ക്ലർക്കൽ സ്റ്റാഫ് ആയിരിക്കും. കോൺടാക്ട് വരുന്ന ക്ലർക്ക് ആയിരിക്കും. അതായത് കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഡീലിംഗ് വരുന്നതായിരിക്കും ക്ലർക്ക്. അതിന് ശേഷമായിരിക്കും നിങ്ങൾ ഓഫീസറുടെ അടുത്തിലേക്കൊക്കെ ചെല്ലാം. അപ്പൊ ക്ലർക്കൽ പോസ്റ്റ് ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ആണ് ക്ലർക്കിന് മെയിൻ ആയിട്ട് വരുന്നത്.
അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ നിങ്ങളൊരു കാര്യം, നമ്മൾക്ക് ഇത്രയ്ക്കധികം സാലറിയും ബെനിഫിറ്റ് ഒക്കെ ഉള്ള ജോലിയാണ് അല്ലെ. പോരാത്തതിന് ഇനി ഓൾറെഡി IBPS കലണ്ടർ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നല്ല, എന്തായാലും വിളിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോഴേ തന്നെ പഠിച്ചോടും. എത്രയും പെട്ടെന്ന് പഠിച്ചാലാണ് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും പ്രിലിംസും ഈ കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയാം അല്ലെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.